നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരുടെ ഹൃദയത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന വാഹന മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ലാതെ പറയാം, അത് ടൊയോട്ട ഇന്നോവയാണെന്നുള്ള കാര്യം. ഇന്നോവയ്ക്ക് മുമ്പ് ക്വാളിസ് ഉണ്ടായിരുന്നു. ക്വാളിസും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന വാഹനമാണ്. എന്താണ് ഒരു മൾട്ടി പർപ്പസ് വാഹനത്തിൻ്റെ ക്വാളിറ്റി എന്ന് നമുക്ക് കാണിച്ചു തന്നത് ക്വാളിസ് ആണെങ്കിൽ, അതിനുശേഷം ഇന്ത്യയിലുടനീളം ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഇന്നോവകളാണ്. ഇന്നോവ എന്ന ആ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് റിയർ സീറ്റ് കംഫർട്ടാണ്. അതോടൊപ്പം തന്നെ കുറഞ്ഞ മെയിൻ്റനൻസ് ചിലവ്, അതുപോലെ തന്നെ റിലയബിലിറ്റി, കൂടാതെ മികച്ച റീസെയിൽ വാല്യൂ. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നോവ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഇന്നോവ എന്ന മോഡൽ 2005 വന്നത്, കോഴ്സ് നിർത്തലാക്കിയതിന് ശേഷം. അതിനുശേഷം പിന്നീട് ഇന്നോവയ്ക്ക് വന്ന വലിയൊരു ഫേസ് ലിഫ്റ്റാണ് ക്രിസ്റ്റ എന്ന ഈ ഒരു മോഡൽ. ക്രിസ്റ്റ ഞാൻ ആദ്യമായിട്ട് ഓടിച്ചത് ജക്കാർത്തയിലാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ. അതായത് ആ വാഹനം അവിടെ വന്നു. ഇന്ത്യയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു കാലമാണ്. ഉടനെ നേരെ അവിടെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ മാഗസിനിലൊക്കെ വന്നിരുന്നു. അതിനുശേഷം ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ എതിരാളി വന്നു. അതും ഇന്നോവയിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ പേര് ഹൈക്രോസ് എന്നാണ്. ഹൈക്രോസ് 2022 വന്നപ്പോൾ കുറച്ച് കാലത്തേക്ക് ക്രിസ്റ്റ ഇല്ലാതായിപ്പോയി. ക്രിസ്റ്റ അങ്ങ് നിർത്തലാക്കി. അപ്പോൾ ഇനി ക്രിസ്റ്റ ഇനി ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലും ഏതാണ്ട് ഒരു 6-7 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ക്രിസ്റ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അപ്പോൾ ഇതിൽ നഷ്ടപ്പെട്ട ഒരു വലിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ ഡീസൽ മാനുവൽ മാത്രമേ ഉള്ളൂ ക്രിസ്റ്റ എന്ന ഈ മോഡലിന്. ഹൈക്രോസ് ആകട്ടെ ഒരു സ്ട്രോങ് പെട്രോൾ ഹൃദയവുമായിട്ട് അങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ വാഹനത്തിന് ഡീസലിൽ ഒരു ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്രോസ് ഒന്നുമല്ലാതെ പോയനെന്നുള്ളതാണ്. അത്രയധികം കംഫർട്ടബിളായിട്ടുള്ള വാഹനമാണ്. ഇന്ത്യയിലെ 10,000-കണക്കിന് കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ഫോട്ടോയോടൊപ്പം വെക്കേണ്ട ഫോട്ടോയാണ് ഇന്നോവ ക്രിസ്റ്റയുടേത്. കാരണം അവരെല്ലാവരും ഉപജീവനം കഴിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റ കൊണ്ടാണ്. അവരുടെയൊക്കെ വീട്ടിൽ ഒരു ടാക്സി രൂപത്തിൽ ഇന്നോവ ക്രിസ്റ്റ ഉണ്ടാകും. അങ്ങനെ അത്രയധികം ആരാധിക്കപ്പെടേണ്ട ഒരു വാഹനം കൂടിയാണ് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഏറ്റവും പുതിയ ഇന്നോവ ക്രിസ്റ്റ വന്നപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ടൊയോട്ട ഒരിക്കലും വലിയ മാറ്റങ്ങൾ ഒരിക്കലും കൊണ്ടുവരാറില്ല. ഇതിലും സംഭവിച്ചിരിക്കുന്ന ചെറിയ മാറ്റങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് മുൻഭാഗത്ത് ഈ വലിയ ഗ്രില്ലാണ്. ഗ്രില്ലിൻ്റെ രൂപം വളരെ വലുതായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡീലർഷിപ്പിൽ വന്ന ഇടുക്കിയിൽ നിന്ന് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞു, എനിക്ക് ആ വലിയ വായുള്ള ഇന്നോവ വന്നോ, അത് വാങ്ങിക്കാൻ വന്നാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. വലിയ വായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ക്രോം ഫിനിഷ് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൽ ഇടയ്ക്ക് 2-3 വരകളൊക്കെ കൊടുത്ത് അതും ഭംഗിയായി. അങ്ങനെ ആ മുൻഭാഗത്തിന് വലിയ ഒരു വലിപ്പം തോന്നുന്ന രീതിയിലേക്ക് ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്. നടുവിൽ വലിയ ലോഗോ കൊടുത്തിരിക്കുന്നു, ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ ടോപ്പ് എൻഡ് മോഡലാണ്. ടോപ്പ് എൻഡ് മോഡൽ ഇതാ ഈ കാണുന്നതൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല. സാധാരണഗതിയിൽ നമ്മൾ പഞ്ചാബിലൊക്കെ ചില വാഹനങ്ങളാണ് ഇങ്ങനെ ക്രിസ്റ്റ എന്നൊക്കെ എഴുതിയ ബ്ലാക്ക് സാധനമൊക്കെ കാണുന്നത്. അതൊക്കെ ഇപ്പോൾ ഇതിൽ ബിൽറ്റിനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ബമ്പറിൻ്റെ താഴെയുള്ള ഭാഗത്തൊക്കെ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ ബ്ലാക്ക് ഫിനിഷ്, അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. എയർ ഡാം ഒക്കെ അതിൻ്റെ ഉൾഭാഗത്തേക്കായി ഇപ്പോൾ ഈ ഒരു ക്രിസ്റ്റ എന്നുള്ള ബാഡ്ജിങ് ഉള്ളതുകൊണ്ട് എയർ ഡാം അങ്ങനെ കൃത്യമായിട്ട് കാണാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. മുൻഭാഗത്ത് എനിക്ക് ആ ക്രിസ്റ്റ എന്ന് എഴുതി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ആഫ്റ്റർ മാർക്കറ്റ് സാധനം പോലെ നമുക്ക് തോന്നും. അതാണ് ഒരു തോന്നൽ ഉണ്ടാകാവുന്നത്. എന്തായാലും അവിടെ നിന്ന് സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും ഇവിടെ ഈ ഒരു ക്രോം ലൈനൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹെഡ്ലാമ്പിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ലൈനുകൾ എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം അതിൻ്റെ ഉൾഭാഗത്തുമൊക്കെ ആ ക്രോം ലൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള LED വലിയ ഹെഡ്ലാമ്പാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്താണ് പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ അത് അടച്ചു വയ്ക്കാൻ വേണ്ടി ചെറിയൊരു ഫൈബർ പാട്ടും ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും രസകരമായിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പിന്നെ നമ്മൾ കാണുന്നത് താഴെ ഫോഗ് ലാമ്പും അതോടൊപ്പം തന്നെ ടേൺ ഇൻഡിക്കേറ്ററും ഒക്കെയാണ്. ആ സൈഡിൽ അത് ക്ലിയർ ലെൻസ് കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റിഫ്രഷ്ഡ് ആയി എന്ന് മാത്രമേ പറയാനുള്ളൂ. വലിയ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് മുൻഭാഗത്ത് കാണാനില്ല. അതുപോലെ തന്നെ ബോണറ്റിൻ്റെ ലൈനുകളോ അതിനൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റയുടെ ഗ്രില്ലാണോ അതോ ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും മാറ്റമൊന്നുമില്ല. അലോയ് വീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അതെല്ലാം അതേപടി തുടരുന്നു. സൈഡ് പ്രൊഫൈലിൽ ഈ സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ മേൽഭാഗത്ത് ക്രോം ഫിനിഷും അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും പിന്നെ ഡോർ ഹാൻഡിലിന് ക്രോം ഫിനിഷ് അത്തരം കാര്യങ്ങളും പിന്നെ ഈ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം വിൻഡോ ലൈനിലും അതെല്ലാം തുടരുന്നു. എന്തായാലും സൈഡ് പ്രൊഫൈലിലെ പഴയ ഇന്നോവകളൊക്കെ എത്രയോ ഭംഗിയാണ് ക്രിസ്റ്റ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തേർഡ് റോ സീറ്റിൽ യാതൊരു ക്രാംഡ് ആയിട്ടുള്ള ഫീലും ഉണ്ടായിരിക്കാൻ വേണ്ടി വലിയ കോർണർ ഗ്ലാസ് അതും കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ഒരു മാറ്റം എന്ന് പറയാവുന്നത് ഈ താഴെ കാണുന്ന ക്രോം ഫിനിഷ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് അതും ആ ഒരു വലിയ
എന്താ പറയുക പെയിൻറ്റിൻ്റെ ആ ഒരു വലിയ നീളം കട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അത് ഭംഗിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഇസഡ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലാണ്. 2.4 ലിറ്റർ എഞ്ചിനാണെന്നുള്ള ആ കാര്യവും ഇന്നോവ ക്രിസ്റ്റ അതൊക്കെ സ്ഥിരമായി കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഷാർഫിൻ ആൻറ്റിനെയും ഇൻഡിക്കേറ്റർ സ്പോയിലറും അതുപോലെ തന്നെ റൂഫ് മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, സിംഗിൾ വൈപ്പർ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസോ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാലും ചുമ്മാ തുറന്നേക്കാം. ഇന്നോവയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് 3 റോ സീറ്റുകളും തുറന്നിരിക്കുമ്പോൾ പോലും ഇത്രയധികം ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് അവിശ്വസനീയമാണെന്നുള്ള കാര്യമാണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ തേർഡ് റോ സീറ്റിലും അത്യാവശ്യം സ്പേസുള്ള ഒരു വാഹനം എന്നാണ് നമുക്ക് ഇതിനെ വിളിക്കേണ്ടത്. എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്പേസ് വന്നിരിക്കുന്നത് ഫോർച്യൂണർ പോലുമല്ല, ഗ്ലോസ്റ്ററാണ്. ഏറ്റവും പുതിയ ഗ്ലോസ്റ്റർ, അതിൻ്റെ മജസ്റ്റർ എന്നാണ് ഇപ്പോഴത്തെ പുതിയ പേര്. മജസ്റ്ററിലാണ് ഞാൻ വീണ്ടും തേർഡ് റോ സീറ്റിൽ അത്രയും സ്പേസ് കണ്ടിരിക്കുന്നത്. മറ്റ് ഒരു വാഹനത്തിലും അത്രയധികം സ്പേസ് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇളക്കി എടുക്കാവുന്ന രീതിയിൽ തേർഡ് റോ സീറ്റ് നിങ്ങൾക്ക് തേർഡ് റോ സീറ്റിൽ മൂന്നാമതൊരാൾ ഇരിക്കുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് ഊരി വയ്ക്കാം. ഇത് ഊരി വയ്ക്കാനൊരു കാരണം എനിക്ക് തോന്നുന്നത് കൂടുതൽ പിൻഭാഗത്തേക്ക് ഒരു വിസിബിലിറ്റി ഡ്രൈവർക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ അത് ഊരി എടുത്തു കഴിഞ്ഞാൽ വയ്ക്കാനായിട്ട് വളരെ എന്താ പറയണ്ട ബുദ്ധിപരമായൊരു സ്പേസ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് അത് രസമുള്ള കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഗംഭീര എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ പ്രേം നസീറിൻ്റെ മുഖത്ത് മറവ് വെച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടുള്ളൂ. എങ്കിൽ പോലും മുൻഭാഗത്തെ വലിയ ഗ്രില്ല് തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ലുക്കിൽ വലിയ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം തീർച്ചയായിട്ടും ഇന്നോവ ക്രിസ്റ്റയിൽ വരുന്ന ഓരോരോ മാറ്റങ്ങളും വളരെ ശ്രദ്ധിച്ചാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നാലും അത്ര വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. എങ്കിൽ പോലും ഇൻറ്റീരിയറിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നിറങ്ങളുടെ കാര്യത്തിൽ. നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 2 കളേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഒരു ബീജും പിന്നെ ഒരു ബ്രൗണിഷും. പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒറ്റ കളറിലേക്ക് ഇൻറ്റീരിയർ മാറിയിരിക്കുകയാണ്. ആ മാറ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ടോപ്പിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ ടോപ്പിൻ്റെ അല്ല കേട്ടോ, എല്ലാ വേരിയൻറ്റിലും ഈ കളറിലേക്കാണ് ഇപ്പോൾ അപ്പോൾസ്റ്ററി മാറിയിരിക്കുന്നത്. സീറ്റ് അപ്പോൾസ്റ്ററി മാറിയിരിക്കുന്നത് ഹേസൽ ബ്രൗണും ബ്ലാക്കും നല്ല ഗംഭീരമായ ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ നിപ്പോൺ ഡോട്ടെ ഇപ്പോൾ ഒരിക്കലും വീഡിയോ വരുന്നു, അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇന്നോവയുടെ പല വാഹനങ്ങളും. അതിൽ ഈ ഒരു കോമ്പിനേഷനൊക്കെ നമ്മൾ അന്ന് അവിടെ കണ്ടിരുന്നു. ഏതായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഗംഭീരമായ എന്താ പറയുക കുഷനിങ് ഉള്ള സീറ്റാണ്, നല്ല തൈ സപ്പോർട്ട്, അതോടൊപ്പം തന്നെ നല്ല ഗ്രിപ്പുള്ള സീറ്റാണ്. ക്രിസ്റ്റ എന്നുള്ള ബാഡ്ജിങ് നമുക്കിപ്പോൾ ഇവിടെ കാണാം. ബോൾസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും വളരെ ടൈറ്റാണ്, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചേർന്നിരിക്കാം. ഇന്നോവയുടെ സീറ്റിങ്ങിൻ്റെ കംഫർട്ടിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ പുതിയൊരു നിറം വന്നിരിക്കുന്നത് ഗ്രേസ് കോപ്പർ എന്ന് കമ്പനി വിളിക്കുന്ന ഈ നിറമാണ്. അതായത് കോപ്പറിൻ്റെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ്, അത് ഉടനീളം നമുക്ക് ഡാഷ്ബോർഡിൽ ഇങ്ങനെ കാണാം. പിന്നെ ഈ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ സൈഡിൽ കാണാം, വീണ്ടും താഴെ കാണാം. ഈവൻ ഈ ഒരു ചെറിയ ഈ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളിൽ പോലും നമുക്ക് ആ ഗ്രേസ് കോപ്പർ എലമെൻറ്റ്സ് കാണാം. അതേ സാധനം നിങ്ങൾക്ക് ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെയും ഉണ്ട്. ഡോർ പാഡിലേക്ക് അതൊരു നല്ല ഭംഗിയുണ്ട്, ഡോർ പാഡിൽ അത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ അത് നമുക്ക് കാണാവുന്നത് ഈ സെൻറ്റർ കൺസോളിൻ്റെ സൈഡിൽ ഈ ഭാഗത്താണ്. അത് ഈ ഒരു കളറുമായിട്ട് ചേർന്ന് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു വളരെ എലഗൻസ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ തോന്നുന്നുണ്ട്. ടൊയോട്ട നല്ലൊരു തീരുമാനമാണ് എടുത്താൻ തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണാവുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ശ്യാമ ഇങ്ങോട്ട് വാ, അടുത്തേക്ക് വാ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. അത് മറ്റൊരു വാഹനത്തിന് കാണാത്ത രീതിയിൽ, സാധാരണ നമ്മളത് കാണുന്നത് സ്ക്രീനിലാണെങ്കിൽ ഇതല്ല, ഇവിടെ ഒരു കുഞ്ഞിക്ക സാധനം അതിന് കൊടുത്തിരിക്കുന്നു. 45, 45, 43, 44, 43 അങ്ങനെ 4 ടയറിൻ്റെ പ്രഷറാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയധികം ആൾക്കാരെ വഹിച്ചുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം എന്നുള്ള നിലയ്ക്ക് ഡ്രൈവേഴ്സിന് വളരെ പെട്ടെന്ന് ടയർ പ്രഷർ മോണിറ്ററിംഗ് നടത്താൻ സാധിക്കുന്ന സംഭവമാണ്. പിന്നെ വന്നിരിക്കുന്നത് വയർലെസ് ചാർജിങ് ആണ്. വയർലെസ് ചാർജിങ് എന്നൊക്കെ പറയുന്നത് വളരെ പണ്ട് എന്താണ് ത്രേതായുഗത്തിൽ തന്നെ കിയയിലൊക്കെ വന്നതാണെങ്കിൽ ഇപ്പോൾ അത് ഇന്നോവ ക്രിസ്റ്റയിലും വന്നിരിക്കുന്നു. പിന്നെ ഇവിടെ മോഡുകളുടെ സ്വിച്ചാണ് നിങ്ങളിവിടെ കാണുന്നത്. പവർ മോഡ്, ഇക്കോ മോഡ്, ആ 2 മോഡുകൾ. പിന്നെ നോർമലാണ്, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നോർമലാണ്. അപ്പോൾ അത്രയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു 7 ഇഞ്ച് സ്ക്രീനിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് തരക്കേടില്ലാത്ത ആപ്പിൾ കാർപ്ലേയോ ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങൾ, നല്ല മികച്ച ഒരു മ്യൂസിക് സിസ്റ്റം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല. എങ്കിലും നല്ല ക്ലാരിറ്റിയുള്ള
വളരെ ഒരു ഓൾഡ് സ്കൂൾ ലുക്കുണ്ട് അതിൻ്റെ ഈ ഒരു ഫോണ്ടിനൊക്കെ. എന്നാൽ പോലും ടൊയോട്ട അത്രയൊക്കെ ചെയ്തതിന് വലിയ സംഭവം വിചാരിച്ചാൽ മതി. ടൊയോട്ട അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും വലിയ ശ്രദ്ധ പുലർത്തുന്നൊരു കമ്പനി ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ ഹൈക്രോസ് സംഭവം മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെയുള്ളൂ. എങ്കിലും അതവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ഇവിടെ ടൈം ക്ലോക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഈ ഒരു വുഡ് ഫിനിഷും ഈ ഒരു കോപ്പർ ഫിനിഷും ബ്ലാക്കും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു രസമുണ്ട്. നല്ല ഫ്ലോ ആണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഫ്ലോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല രസമുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ കോപ്പർ എലമെൻസ് അതിൽ കാണാൻ സാധിക്കും. കോപ്പർ എലമെൻസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെയും കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ്. ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് താഴെ കാണുന്നു. പിന്നെ ബാക്കി അതൊക്കെ അറിയാമല്ലോ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഡിജിറ്റൽ സ്ക്രീനൊന്നും അല്ല വന്നിരിക്കുന്നത്. ആ പഴയ സ്ക്രീൻ അതേപടി തന്നെ കൊടുത്തിരിക്കുന്നു. അതിലേതായാലും ഇത്തരം കോപ്പർ എലമെൻസ് ഒന്നും കൊടുത്തിട്ടുമില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളും അതിലും വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു കളർ പുതുതായിട്ട് ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അല്പം കുനിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കാണാം. അതോടൊപ്പം തന്നെ 12 വോട്ടിൻ്റെ ഒരു ചാർജർ ഇവിടെയും കാണാം. ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ആംറസ്റ്റ്, അതിൻ്റെ താഴെ സാമാന്യം ഭേദപ്പെട്ട സ്റ്റോറേജ് സ്പേസ്. ഇതിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 20ഓളം സ്റ്റോറേജ് സ്പേസുകളുണ്ട് ഇന്നോവയ്ക്കകത്ത് എന്നുള്ള കാര്യമാണ്. ബോട്ടിൽ ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി 20ലധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു മൾട്ടി യൂട്ടിലിറ്റി വാഹനത്തിൽ വേണ്ട കാര്യം തന്നെയാണ്. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ മൊബൈൽ വയ്ക്കാവുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിലനിർത്തിയിരിക്കുന്നു. അതായത് ഇവിടെ ഒരു കൂൾഡ് ഗ്ലോ ബോക്സ്, താഴെ കൂൾഡ് അല്ലാത്ത ഗ്ലോ ബോക്സ്, പിന്നെ ബോട്ടിൽ ഹോൾഡർ, നല്ലൊരു ആംറസ്റ്റ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തിയിട്ടുമുണ്ട് ഏറ്റവും പുതിയ ഇന്നോവ ക്രിസ്റ്റയിൽ. ഇന്നോവ ക്രിസ്റ്റയുടെ ഈ ബാക്ക് സീറ്റിൽ സെക്കൻഡ് റോ സീറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് എന്നാൽ വണ്ടി വിട്ടോ എന്ന് പറയാൻ തോന്നുന്ന ഒരു സുഖമുണ്ട്. അതാണ് എൻ്റെ ഒരു സുഖം. വിട്ടോ, മൂന്നാറിലേക്ക് വിട്ടോ എന്ന് പറയാൻ തോന്നും. അത്രയധികം കംഫർട്ടബിളാണ്. ഈ പറഞ്ഞാൽ നമ്മൾ ധാരാളം വാഹനങ്ങൾ ഓടിക്കുന്നു, ധാരാളം വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു, പ്രീമിയം വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സേഫ്റ്റി ഫീലും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്പേസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ സ്പേസ്. നടുവിൽ ഇതിപ്പോൾ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നടുവ് സീറ്റില്ല. അപ്പോൾ ഈ സെൻട്രൽ ടണൽ നമ്മളെ ബാധിക്കുന്നതേ ഇല്ല. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാൽ പോലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ട്രേ കൊടുത്തിട്ടുണ്ട്. വുഡ് ഫിനിഷ് അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ 12 വോട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാസഞ്ചർ സീറ്റിൽ ആളില്ലെങ്കിൽ നമുക്ക് മുൻഭാഗത്തേക്ക് തള്ളാൻ വേണ്ടി ഒരു ബോസ് സീറ്റ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം ക്രിസ്റ്റ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് ഈ ഒരു ആംബിയൻ ലൈറ്റിങ്ങും ഇവിടുത്തെ ഈ ഒരു ഈ ഒരു ഡിസൈൻ രീതി ഭയങ്കര രസമായിട്ടുണ്ട്. അത് നമുക്കൊരു എലഗൻസ് നൽകുന്നുണ്ട്. വളരെ പ്രീമിയം വാഹനമായിട്ട് തോന്നിക്കുന്നുണ്ട്. അതുപോലെ പിൻഭാഗത്തേക്കും AC അഡ്ജസ്റ്റ്മെൻറ്റുകൾ, AC വെൻറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏതായാലും തേർഡ് റോ സീലൊന്നും ഞാൻ ഇരുന്നൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുന്ന വാഹനമായതുകൊണ്ട് തന്നെ എന്തായാലും ആംറസ്റ്റും ഒക്കെ താഴ്ത്തി വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നാൽ എത്ര ദൂരം വേണമെങ്കിലും പോകാം. തൈ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തൈ സപ്പോർട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ചോദിക്കരുത്. പിന്നെ ഡോർ പാഡിലേക്ക് പോയി അവിടെ ആ ഒരു ഭംഗിയുള്ള കോപ്പർ ഫിനിഷൊക്കെ വന്നിരിക്കുന്നു. അവിടെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഭംഗിയായി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം ഒരു മാറ്റവും ഇല്ല. അത്തരം കാര്യങ്ങളെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കാം. ക്രിസ്റ്റ പല എൻജിൻ ഓപ്ഷനുകളിലൂടെ കടന്നുപോയൊരു വാഹനമാണ്. 2.4 ലിറ്റർ ഡീസൽ, 2.8 ലിറ്റർ ഡീസൽ, 2.7 ലിറ്റർ പെട്രോൾ, അങ്ങനെ പല എൻജിൻ ഓപ്ഷൻസ് വന്നുപോയി. 2.8 മാത്രമാണ് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ അതെല്ലാം പോയി. ഒരൊറ്റ എൻജിൻ ഓപ്ഷനാണ്, അത് 2.4 ലിറ്റർ ഡീസലാണ്. അതോടൊപ്പം തന്നെ മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഹൈക്രോസിനേക്കാൾ കൂടുതൽ വിൽക്കാൻ സാധ്യത ഇതായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. കാരണം അത്രയധികം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ വാചകം പറയാം, അത്രയധികം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വാഹനമാണ്. നമ്മൾ എത്രയോ 100,000 യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഈ വാഹനത്തിൽ. അപ്പോഴെല്ലാം നമ്മളുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം, ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനം വേറെ ഇല്ലല്ലോ എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ബെൻസോ, BMW, ഓഡി ഏത് വാഹനം ഉണ്ടെങ്കിലും ഇതിൻ്റെ റിയർ സീറ്റ് കംഫർട്ട് എന്ന് പറയുന്ന അത്തരം മോഡലുകളെല്ലാം തോൽപ്പിക്കുന്നതാണ്.
ആദ്യകാലത്ത് ഇന്നോവകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സേഫ്റ്റി വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യമാണ്. നമുക്കറിയുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം അപകടത്തിൽപ്പെടുകയും ധാരാളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അംഗവൈകല്യം സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റ വന്നതിന് ശേഷം അത്തരം പരാതികൾ വളരെ കുറവാണ്. കാരണം ഇത് കുറേ കൂടി സേഫായിട്ട് നിർമ്മിക്കപ്പെട്ട വാഹനമാണ്. ഇപ്പോൾ ഈ ടോപ്പ് എൻഡ് മോഡലിൽ തന്നെ 7 എയർ ബാഗുകളും ABS EBD തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അഡാസിൻ്റെ ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായി ഒരിക്കലും ഇന്നോവ ക്രിസ്റ്റയിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈക്രോസിൽ അത്തരം കുറേ ഓപ്ഷൻസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ക്രിസ്റ്റ ഓടിക്കുമ്പോൾ സത്യത്തിൽ കമ്പനി പറഞ്ഞിട്ടില്ല ഇതിൻ്റെ എഞ്ചിനിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയത്. പക്ഷേ ഇത് ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഓടിക്കാനുള്ളൊരു സുഖം വർദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് റിഫൈൻഡ് ആയ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട്. എങ്കിലും എപ്പോഴും എനിക്ക് തോന്നാറുള്ളൊരു കാര്യം ഈ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അല്പം കൂടി ഒന്ന് ഈസി ആക്കാമായിരുന്നു എന്നുള്ള ക്രിസ്റ്റ ഓടിക്കുമ്പോഴൊക്കെ തോന്നാറുണ്ട്. കാരണം കുറച്ചൊന്ന് ഹാർഡാണ്. അതിനിപ്പോൾ പുതിയ വണ്ടിയുടെ ആണെന്ന് അറിഞ്ഞില്ല. കാരണം നമ്മളെപ്പോഴും ഓടിക്കുന്നത് ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളെല്ലാം പുതിയതായിരിക്കും. എങ്കിൽ പോലും ലക്ഷക്കണക്കിന് ക്രിസ്റ്റകൾ ഇന്ത്യ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. 100,000 പേര് ദിവസവും യാത്ര ചെയ്യുന്നു. ഒരിക്കലും വലിയ പരാതിയൊന്നും അതിനെപ്പറ്റി കേട്ടിട്ടില്ല. എനിക്ക് തോന്നിയൊരു കാര്യമാണ് പൊതുവേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഈ ഒരു ലാഡർ ഓൺ ഫ്രെയിം രീതിയിലുള്ള വാഹനങ്ങളുടെ ഈ മാനുവൽ ഗിയർ ബോക്സ് ആണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അല്പം ഹാർഡാകാറുണ്ട്. അത് തന്നെയാണ് എനിക്കിപ്പോൾ ഇതിലും തോന്നിയത്. ഇവിടെ 2 മോഡുകൾ കൊടുത്തിട്ടുണ്ട്, ഇക്കോ മോഡും പവർ മോഡും. പവർ മോഡിലാണെങ്കിൽ ഈ ഒരു 2.4 ലിറ്റർ എഞ്ചിന് 100 കിലോമീറ്റർ എടുക്കാൻ വേണ്ടി വരുന്നത് 13.11 സെക്കൻഡാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പല വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര നല്ലൊരു സംഖ്യയൊന്നുമല്ല. എങ്കിൽ പോലും ഇത്രയും വെയിറ്റുള്ള ഇത്തരത്തിലുള്ളൊരു വാഹനത്തെ സംബന്ധിച്ച് അത് മോശവുമല്ല. എന്തായാലും എഞ്ചിനെ പറ്റി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങളൊക്കെ ധാരാളം ആയി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണിത്. 150 BSP എഞ്ചിനാണിത്. 2.4 ലിറ്ററിൽ വന്നിരിക്കുന്നത് 150ആണ്. 2.8 ഉണ്ടായിരുന്നപ്പോൾ അത് 174 BSP ആയിരുന്നു. അത് നമ്മൾ ഫോർച്യൂണറിലൊക്കെ കണ്ട അതേ എഞ്ചിനായിരുന്നു. അതായത് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല. മാക്സിമം ടോർക്ക് 343 ന്യൂട്ടൺ മീറ്ററാണ്. സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 എയർ ബാഗുകൾ ടോപ്പ് എൻഡ് മോഡലുണ്ട്. ABS EBD അതുപോലെ തന്നെ ബ്രേക്ക് അസിസ്റ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോള്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോള്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഈ പറഞ്ഞ പോലെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് അത്തരം കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഹൈക്രോസ് വന്നപ്പോൾ വന്ന പോലെയുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡേൺ ഹൈഡ്രോഫോംഡ് കൺസ്ട്രക്ഷൻ രീതിയൊന്നും അല്ല ഇതിൻ്റെ. അത് അത്തരം പ്ലാറ്റ്ഫോം നല്ല കൊടുത്തിരിക്കുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷേ അത് ഇത്തരത്തിലുള്ള 7 പേരെ കയറ്റി ഏത് റോഡിലൂടെയും പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു വാഹനത്തെ മാറ്റുന്നുണ്ട്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഡബിൾ വിഷ് ബോൺ ആണ് വിത്ത് കോയിൽ സ്പ്രിങ്സ് ആണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ പിൻഭാഗത്ത് 4 ലിങ്ക് ആക്സിലും കോയിൽ സ്പ്രിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പരാതി കേട്ടിട്ടില്ല. സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും ഒന്നും പരാതിയില്ല. എങ്കിലും ചെറിയ ബോഡി റോൾ തീർച്ചയായിട്ടും ഈ തരത്തിൽ നിർമ്മിക്കപ്പെട്ട അതായത് മോണോക്കോക്ക് അല്ലാത്ത വാഹനങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ ബോഡി റോൾ തീർച്ചയായിട്ടും ഈ വാഹനത്തിലുണ്ട്. എങ്കിൽ പോലും ഫോർച്യൂണറുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും ഇന്നോവ ക്രിസ്റ്റയുടെ ബോഡി റോൾ കുറവാണെന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ഇന്നോവ ക്രിസ്റ്റയുടെ കാര്യത്തിൽ ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത് ഇപ്പോൾ അധികവും ടാക്സി സെഗ്മെൻറ്റിലാണ് നമ്മൾ കാണാറുള്ളത്. മാനുവലായി മാറിക്കഴിഞ്ഞപ്പോൾ ടാക്സി ആണ് അധികവും വാങ്ങിക്കുക. ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്ന കാലത്തായിരുന്നു അധികവും പ്രൈവറ്റ് രജിസ്ട്രേഷനൊക്കെ നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ ഹൈക്രോസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പേഴ്സണൽ ഉപയോഗത്തിലുള്ള വാഹനങ്ങളെല്ലാം ഹൈക്രോസ് ആയിട്ട് മാറുകയും ചെയ്തു. കാരണം അത് ഓടിക്കാൻ വളരെ സിമ്പിളാണ്. 21 കിലോമീറ്ററൊക്കെ മൈലേജ് കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഡീസൽ അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ഒരു ഹൃദയം അതിനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനെ പോസിറ്റീവാക്കി നിലനിർത്തുന്നതെങ്കിലും യാത്രാസുഖം എനിക്ക് തോന്നുന്നു അപ്പോഴും ഇപ്പോഴും കൂടുതലുള്ളത് ക്രിസ്റ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളല്ല. എങ്കിൽ പോലും ഒന്ന് ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്തു. ടൊയോട്ട ഒരിക്കലും വലിയ മാറ്റങ്ങൾ കൊണ്ടിട്ടില്ലല്ലോ. ടൊയോട്ടയുടെ കാര്യത്തിൽ വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ വർഷങ്ങളോളം കൊണ്ടുപോകും. പക്ഷേ ഒരിക്കലും നമുക്ക് ടൊയോട്ടയുടെ വാഹനങ്ങളിൽ നിന്നൊരു മടുപ്പ് അനുഭവപ്പെടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പം കോളിസ് നിർത്തി ഇന്നോവ എന്ന് പറയുന്നൊരു വാഹനം കൊണ്ടുവന്നപ്പോൾ അതൊരു വലിയ ധൈര്യമായിരുന്നു ടൊയോട്ടയുടെ. കാരണം കോളിസ് നന്നായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം നിർത്തിയിട്ട് ഇന്നോവ വരുന്നു. ഇന്നോവ വലിയ വിജയമാകുന്നു. ഇന്നോവ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തിയിട്ട് ക്രിസ്റ്റ വരുന്നു. ക്രിസ്റ്റ അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹൈക്രോസ് കൊണ്ടുവന്നിട്ട് ക്രിസ്റ്റ നിർത്തുന്നു. ഹൈക്രോസ് വിജയമാകുന്നു. അങ്ങനെ ഗംഭീരമായൊരു തലയിലെഴുത്തുള്ള ഒരു കമ്പനിയാണ് ടൊയോട്ട എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്നെയുമല്ല ഈ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ആരെ അമ്പരപ്പിക്കുന്നതാണെന്നുള്ളത് മറ്റൊരു കാര്യം. എത്ര കാലം ഉപയോഗിച്ചിട്ട് വിറ്റാലും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ വിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നോവയുടെ വാഹനങ്ങളുടെ പൊതു സ്വഭാവം. ക്രിസ്റ്റയാണ് അതിൽ നമ്പർ 1 ആയിട്ട് എല്ലാ കാലത്തും നിൽക്കുന്നത്. 19.72 ലക്ഷം രൂപ മുതൽ 26.63 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഇന്നോവ ക്രിസ്റ്റ വന്നപ്പോൾ ഉള്ള വില. എന്തായാലും ചെറിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഇൻറ്റീരിയറിലെ മാറ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇൻറ്റീരിയറെ കളേഴ്സ്, പിന്നെ ടയർ പ്രഷർ മോട്ടോർ സിസ്റ്റം പോലുള്ള അഡീഷൻസ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൽ ഒന്നുകൂടെ റിഫ്രഷ് ആക്കിയിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും നമ്മൾ സ്നേഹിച്ചു പോകുമെന്നുള്ളതാണ് ഇന്നോവ ക്രിസ്റ്റയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വരുന്നോ അതെല്ലാം വളരെ പോസിറ്റീവായ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാവുന്നതാണ്.
അപ്പോൾ എന്തായാലും ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് വന്നു, അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫേസ് ലിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. കാര്യം നിങ്ങളൊക്കെ സ്ഥിരമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയ ഫീഡ്ബാക്ക് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.